നമസ്കാരം. കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഗാർഹിക പാചകവാതക വിതരണത്തിന്റെ സമ്പ്രദായത്തിൽ വിപ്ലവകരമായ ചില പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ സുപ്രധാന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പാചകവാതക വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും സിലിണ്ടറുകളുടെ അനധികൃതമായ ദുരുപയോഗവും പൂഴ്ത്തിവെപ്പും തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത വൺ ഫാമിലി വൺ ഗ്യാസ് സിലിണ്ടർ, അതായത് ഒരു കുടുംബത്തിന് ഒരു ഗ്യാസ് കണക്ഷൻ എന്ന പുതിയ നയമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ വരുന്ന ജൂൺ മാസം 30-ാം തീയതിയോടെ ഈ പുതിയ നിയമങ്ങൾ ഔദ്യോഗികമായി നടപ്പിൽ വരാൻ പോവുകയാണ്. ഇതനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ഓരോ കുടുംബത്തിനും ഏതെങ്കിലും ഒരു അംഗീകൃത പൊതുമേഖലാ എണ്ണ കമ്പനിയുടെ, അതായത് HP, ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരത് ഗ്യാസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കണക്ഷൻ നിലനിർത്താനേ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. നിലവിൽ ഒന്നിലധികം കമ്പനികളുടെ കണക്ഷനുകൾ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള വിവിധ വ്യക്തികളുടെ പേരിൽ അനർഹമായി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടനടി റദ്ദാക്കേണ്ടി വരും. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നത് ശിക്ഷാർഹമായ നടപടിയായി കണക്കാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക അറിയിപ്പും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതക വിതരണം സംവിധാനം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാ ഉപഭോക്താക്കളും നിർബന്ധമായി LPG സിലിണ്ടറുകളിൽ നിന്നും പൈപ്പ് ലൈൻ കണക്ഷനിലേക്ക് മാറേണ്ടതാണ്. ജൂൺ മാസം 30-ാം തീയതിക്ക് ശേഷം ഇത്തരം പൈപ്പ് ലൈൻ സൗകര്യമുള്ള മേഖലകളിലേക്ക് പരമ്പരാഗത രീതിയിലുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം പൂർണ്ണമായും നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഭാവിയിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ താമസ സ്ഥലം വിൽക്കുകയോ പൈപ്പ് ലൈൻ സംവിധാനമില്ലാത്ത മറ്റു വിദൂര പ്രദേശങ്ങളിലേക്ക് താമസം മാറേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അവർക്ക് പഴയതുപോലെ തന്നെ LPG സിലിണ്ടർ സംവിധാനത്തിലേക്ക് തിരികെ മാറാനുള്ള പ്രത്യേക അനുമതിയും സൗകര്യവും എണ്ണ കമ്പനികൾ ഉറപ്പു നൽകുന്നുണ്ട്. രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധികളെയും അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലെ അസ്ഥിരതയെയും നേരിടാൻ ബദൽ മാർഗങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി വാണിജ്യരംഗത്തും സർക്കാർ നിർണായകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകൾക്ക് പകരമായി എഥനോൾ അടിസ്ഥാനമാക്കിയുള്ള കുക്ക് സ്റ്റൗകളുടെ വിപണിയിൽ ഇറക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിതമായി തയ്യാറെടുക്കുകയാണ്. കുതിച്ചുയരുന്ന വാണിജ്യ LPG വില കാരണം പ്രതിസന്ധിയിലായ ഹോട്ടൽ ഉടമകൾക്കും ചെറുകിട സംരംഭകർക്കും വലിയ ആശ്വാസമേകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി എഥനോൾ സ്റ്റൗകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചതായും ഗ്രെയിൻ എഥനോൾ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്ക് LPGക്ക് പകരം എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ 15% കുറവ് വരുത്താൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിനു പുറമെ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കലർത്താനുള്ള നടപടികളും സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. ഡീസലിനൊപ്പം ഐസോബ്യൂട്ടനോൾ ചേർക്കുന്നത് ഉടൻ തന്നെ നിർബന്ധമാക്കിയേക്കുമെന്ന സൂചനകൾ നിലനിൽക്കെ ഇതിനായുള്ള പൈലറ്റ് പ്ലാന്റുകൾ സർക്കാർ തലത്തിൽ സ്ഥാപിച്ചു വരികയാണ്. ഇത്തരം വലിയ പരിഷ്കാരങ്ങൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴിയുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ള വനിതാ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം പരമാവധി 9 സിലിണ്ടറുകൾക്ക് വരെ 300 രൂപ നിരക്കിൽ വലിയ സാമ്പത്തിക സബ്സിഡി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യം വരും ദിവസങ്ങളിലും ലഭ്യമാകണമെങ്കിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ് പ്രക്രിയകൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കിയിരിക്കണം. നിലവിൽ ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ സംവിധാനങ്ങൾ ലഭ്യമാണെങ്കിലും നിലവിലെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം പുതിയ ആപ്ലിക്കേഷനുകൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിൽ വിതരണ കമ്പനികൾ വലിയ രീതിയിലുള്ള കാലതാമസം വരുത്തുന്നുണ്ട്. നിലവിൽ യാതൊരു ഗ്യാസ് കണക്ഷനുകളും സ്വന്തമായില്ലാത്ത BPL അല്ലെങ്കിൽ AAY റേഷൻ കാർഡുകളിൽ പേരുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകളുടെ പേരിൽ മാത്രമായിരിക്കും ഈ ഗ്യാസ് കണക്ഷനുകൾ അനുവദിക്കുക. തുടക്കത്തിൽ ഏകദേശം 600 രൂപയോളം മാത്രം പ്രാഥമിക ചിലവ് വരുന്ന ഈ പദ്ധതിയിലൂടെ സിലിണ്ടറുകൾ വിതരണം ചെയ്യുമ്പോൾ ഉപഭോക്താക്കൾ ആദ്യം വിപണിയിലെ മുഴുവൻ തുകയും നൽകി സിലിണ്ടർ കൈപ്പറ്റേണ്ടതാണ്. അതിനുശേഷമായിരിക്കും സബ്സിഡി തുകയായ 300 രൂപ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. സാധാരണ ഗാർഹിക ഉപഭോക്താക്കളുടെ ഈ മാസത്തെ പാചകവാതക വിതരണ നിരക്കുകളെയും സുരക്ഷാ മുൻകരുതലുകളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ അവസാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ വിപണി വിലയുടെ അടിസ്ഥാന നിരക്ക് പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾക്ക് 930 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നിങ്ങളുടെ പ്രാദേശിക മേഖലകളിലെ വീടുകളിൽ വാഹനങ്ങളിൽ എത്തിക്കുമ്പോൾ ഗതാഗത ചെലവുകൾക്കായി വിതരണ ഏജൻസികൾ പരമാവധി 50 രൂപ വരെ അധികമായി ഈടാക്കാൻ സാധ്യതയുണ്ട്. തന്മൂലം ഉപഭോക്താക്കൾ ഒരു സിലിണ്ടറിനായി ഏകദേശം 980 രൂപ വരെ കയ്യിൽ കരുതേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഗ്യാസ് ഏജൻസികളിൽ നിന്നും സിലിണ്ടറുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുമ്പോൾ അതിന്റെ കൃത്യമായ തൂക്കവും സീലും പരിശോധിച്ച് ബോധ്യപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഓരോ സിലിണ്ടറിന്റെ മുകൾ ഭാഗത്തുള്ള മെറ്റൽ സ്ട്രിപ്പുകളിൽ അതിന്റെ കാലാവധി അവസാനിക്കുന്ന തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
വർഷത്തെ A, B, C, D എന്നിങ്ങനെ 4 ക്വാർട്ടറുകളായി തിരിച്ചാണ്, അതായത് ഉദാഹരണത്തിന് A26, B26 എന്നിങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ സിലിണ്ടറുകൾ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതിനാൽ അവ യാതൊരു കാരണവശാലും സ്വീകരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം സുപ്രധാന വിവരങ്ങൾ തുടർന്നും കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. Please subscribe our channel.